ചെന്നൈ പോകാനല്ലാതെ ഇവിടുന്ന് നീ എങ്ങോട്ടും പോകുന്നു. നീ ഇനി കോളേജിൽ പോകാനല്ലാതെ ഈ വീടിന്റെ പടി ഇറങ്ങരുത്. എന്നതായിരിക്കും കാര്യം? എല്ലാവർക്കും നിങ്ങളെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. നമ്മൾ ഇത്ര ഫേമസോടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാനായിട്ട്. അമ്മായി എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്താ ചെയ്യേണ്ടതെന്നേ എനിക്കറിയാം. ചെയ്യാനാണെങ്കിൽ ഒന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ലച്ചു ഇല്ല. ലച്ചു ഒരു ലേറ്റ് നൈറ്റ് സ്ക്രീൻ ഷോ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോറി കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ലച്ചു അതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എപ്പിസോഡിൽ ഇല്ലാത്ത. എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് അത്യാവശ്യം വലിയ ഒരു സുഖമില്ലാത്തൊരു എപ്പിസോഡായിട്ടാണ് തോന്നിയത്. ഒരു പ്രൊമോ കണ്ടിട്ട് വലിയ കണ്ടന്റ് ഒന്നുമില്ല. ഭവാനി അമ്മയെ വച്ചിട്ട് എന്തോ ഒരു സംഗതിയാണ് പറയുന്നത്. എനിക്ക് അത് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. ഭവാനി അമ്മ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് വീട്ടിലേക്ക്. ഇതിൽ നല്ലത് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുഴിപ്പുളത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാതെ കുഴിപ്പുളത്ത് ഇപ്പോൾ ലച്ചു ഇല്ലാത്തതിൻ്റെ ഒരു കുറവിലേക്ക് പുതിയ 2 ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് കുഴിപ്പുളത്തെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളും. സിദ്ധു എന്താ വീട്ടിലൊന്നും പോകത്തില്ല. കുഴിപ്പുളത്തൊന്നും ഒരു രീതിയിലും കുഴിപ്പുളത്തോട്ടൊന്നും പോകാത്ത രീതിയിൽ ഇവിടെ തന്നെ നിൽക്കുന്ന അത് ഒരു അരോചകമായി തോന്നുന്നുണ്ട്. അത് എന്തെങ്കിലും